ഹലോ എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ ഇന്നത്തെ വീഡിയോയിലും യൂട്യൂബ് ചാനലിലോട്ട് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഭയങ്കര സന്തോഷത്തോടു കൂടി ചെയ്യുന്നൊരു വീഡിയോ ആണ്. മറ്റൊന്നുമല്ല, ദേണ്ട ഇതുപോലൊരു പഴയ നമ്മുടെ ഗോൾഡ് കവറിങ്ങിൻ്റെ ആഭരണങ്ങൾ ഇതുപോലെ നല്ല ക്ലാവ് പിടിച്ചിട്ടോ നല്ല കറുപ്പ് ചെളിയൊക്കെ പിടിച്ച് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം, നല്ല പോലെ ഈ മാലയ്ക്കകത്ത് ക്ലാവുണ്ട്, ചെളിയുണ്ട്, എല്ലാം ഉണ്ട്. അപ്പം നമ്മൾ എത്രത്തോളം ഭംഗിയായിട്ടാണ് നമ്മുടെ വീട്ടിൽ ഇത് റെഡിയാക്കിയിരിക്കുന്നത് നമുക്ക് നോക്കാം. അപ്പോൾ വളരെ സിമ്പിളായിട്ട് നമ്മുടെ അടുക്കളയിൽ കിട്ടുന്ന സാധനം വെച്ചിട്ട് മാത്രമാണ് നമ്മൾ ഈ മാല ഷോപ്പിൽ കിട്ടുന്നതിനെക്കാട്ടി തിളക്കത്തോടു കൂടി നമ്മൾ റെഡിയാക്കി എടുത്തിരിക്കുന്നത്. അപ്പോൾ എന്ത് സാധനമാണ്. അപ്പോൾ ആദ്യം നിങ്ങൾ മാലയുടെ ലുക്ക് നോക്കുക. ഇത്രയും അഭംഗിയായിട്ടിരിക്കുന്ന ഒരു മാലയെ നമ്മൾ നല്ല പോലെ ക്ലീനാക്കി പോളിഷ് ചെയ്തെടുക്കുന്നത് എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. അത് വേറെ ഐറ്റം ഒന്നുമില്ല, നമ്മുടെ വീട്ടിലുള്ള 1-2 ഐറ്റം വെച്ചിട്ട് മാത്രമാണ്. അപ്പം നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. ആദ്യം തന്നെ നമ്മളൊരു പഴയ പാത്രം എടുത്ത് വെക്കുക. പഴയ ഒരു പാത്രത്തിനകത്തോട്ട് ഒരു നെല്ലിക്ക വലിപ്പം വേണ്ട കേട്ടോ, ഒരു ചെറിയൊരു ഉണ്ട പിഴുപുളി എടുക്കുക കേട്ടോ. ഇതാണ് മസ്റ്റ്, ഇത് ഉപേക്ഷിക്കാൻ പറ്റത്തില്ല. അപ്പോൾ ഇതങ്ങോട്ട് ഇടുക. ഇട്ടിട്ട് നമ്മൾ രണ്ടാമതായി ഉപയോഗിക്കുന്നത് വിനാഗിരിയാണ്. അപ്പോൾ എന്തായാലും പിഴുപുളിയും വിനാഗിരിയും നമ്മുടെ അടുക്കളയിൽ കാണും. അപ്പോൾ കുറച്ച് വിനാഗിരി കേട്ടോ, ഒരുപാടല്ല. നമുക്ക് ഈ പുളി ഒന്ന് പിഴിയണം. അതായത് പുളി ഒന്ന് കൈവച്ചിട്ട് ഒന്ന് തിരുമ്മി നമ്മളതൊരു നമ്മൾ പുളി പിഴിയത്തില്ല, ആ ഒരു രൂപത്തിലാക്കണേ. അപ്പോൾ വിനാഗിരിയും പുളിയും കൂടെ നല്ല പോലെ മിക്സ് ചെയ്ത് ഒരു കുറുക്ക് രൂപത്തിലാക്കുക. ആക്കിയതിന് ശേഷം നമ്മൾ അതിനകത്തോട്ട് നമ്മുടെ മാല ഇട്ട് കൊടുക്കുവാണ്. അതായത് ഇപ്പം ഞാൻ മാലയാണ് യൂസ് ചെയ്യുന്നത്. നിങ്ങളുടെ ഈ വളയാണോ പാദസരമാണോ എന്തായാലും കുഴപ്പമില്ല, ഗോൾഡ് കവറിങ്ങിൻ്റെ അത് നമ്മൾ അതിനകത്തോട്ട് ഇട്ട് കൊടുക്കുക. ഞാനിപ്പം എൻ്റെ മാല ഇതിനകത്തോട്ട് ഇട്ടിട്ട് ആ മാലയും വിനാഗിരി വെള്ളവും ആ പുളിയും കൂടെ നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്യുക കേട്ടോ. ഒരു സെക്കൻഡ് നമ്മുടെ കൈ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ചെയ്ത് കൊടുക്കുക. കൊടുത്തതിന് ശേഷം ഒരു പിഞ്ച് മഞ്ഞൾപ്പൊടി കേട്ടോ, ഒരു പിഞ്ച് മഞ്ഞൾപ്പൊടിയും കൂടെ നമ്മൾ ഈ ഒരു മിക്സിനകത്തോട്ട് ഇട്ട് കൊടുത്ത് ജസ്റ്റ് ഒന്ന് കൈവച്ചിട്ടൊന്ന് തിരുമിയിട്ട് നമ്മൾ കുറച്ച് നേരം ഒന്ന് വെക്കണം കേട്ടോ. ഒരു കുറഞ്ഞതൊരു 5 മിനിറ്റ് നമ്മൾ അങ്ങനെ മാറ്റി വെച്ചേക്കുക. അതാണ്ട് ഈ ഒരു രൂപത്തിൽ, അതായത് ഒരു കുറുക്ക് രൂപത്തിൽ നമ്മുടെ പുളിയും വിനാഗിരിയും കൂടെ പിഴിഞ്ഞ് ഇതുപോലെ ഇരിക്കണം കേട്ടോ. നിങ്ങൾ മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നു. ഒരു പിഞ്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൈവച്ചിട്ടൊന്ന് തിരുമ്മി നമുക്ക് ചെയ്ത് കൊടുക്കാവേ. നല്ല സൂപ്പർ റിസൾട്ടാണ്. ഞാൻ അതാണ് പറയുന്നത്, അത്രയും സാറ്റിസ്ഫാക്ഷനോടുകൂടി ചെയ്തൊരു വീഡിയോ ആണ്. അപ്പോൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ചെയ്ത് നോക്കാം. വെറുതെ വന്ന് കമൻറ്റ് ഇടരുത്, ചെയ്ത് നോക്കി റിസൾട്ട് കിട്ടുന്നെങ്കിൽ മാത്രം നിങ്ങൾ എനിക്ക് കമൻറ്റ് ഇട്ടാൽ മാത്രം മതി. നമ്മുടെ ചാനൽ അന്നേരം സബ്സ്ക്രൈബ് ചെയ്താലും മതി. അപ്പോൾ നേടെ ഈ ഒരു രൂപത്തിലാക്കി ഒരു 5 മിനിറ്റ് ഒന്ന് മാറ്റി വെച്ചേക്കാം. ഒരു കുറുക്ക് രൂപത്തിൽ നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. അത്രയും അടുത്ത് ഞാൻ കാണിക്കുന്നുണ്ട്. ഒരു 5 മിനിറ്റ് റെസ്റ്റ് കഴിഞ്ഞതിന് ശേഷം നമ്മൾ വേറൊരു പാത്രത്തിനകത്തോട്ട് അതായത് ഒന്ന് അടുപ്പിൽ വെച്ചിട്ട് ഒന്ന് തിളപ്പിക്കാൻ പോവുക കേട്ടോ. ജസ്റ്റ് ഒരു 5 മിനിറ്റ് ഒന്ന് തിളപ്പിക്കാൻ പോവുകയാണേ. അപ്പോൾ വേറൊരു പാത്രത്തിനകത്തോട്ട് നമ്മൾ ഈ പുളിയുടെ മിക്സ് ഇത്രയും നമ്മൾ അതിനകത്തോട്ട് ഇട്ട് കൊടുത്തിട്ട് ആ പാത്രം ഒന്ന് കഴുകി ജസ്റ്റ് തിളയ്ക്കാൻ വേണ്ടിയുള്ള ഒരു ശകലം വെള്ളം കേട്ടോ, ഒരു കുറച്ച് വെള്ളം ഈ പാത്രം ഒന്ന് കഴുകിയിട്ട് നമുക്ക് അതിനകത്തോട്ട് ഇട്ട് കൊടുക്കുക. അതായത് നമുക്ക് ഈ മാലയും പുളിയും വിനാഗിരിയും മഞ്ഞപ്പൊടിയും എല്ലാം കൂടെ ഉള്ള അതൊന്ന് തിളയ്ക്കണം കേട്ടോ. ഒരു 5 മിനിറ്റ് ഒന്ന് തിളയ്ക്കണം. ഇതുപോലെ ആക്കിയിട്ട് നമുക്ക് അടുപ്പിലോട്ട് വെച്ച് കൊടുക്കാം കേട്ടോ. അടുപ്പിൽ വെച്ചിട്ട് ജസ്റ്റ് നല്ല ഒരു തിള വന്ന് കഴിയുമ്പം നമുക്ക് ഓഫ് ചെയ്യാം കേട്ടോ. ഒരുപാട് നേരം വെക്കണ്ട. നല്ലപോലെ ഒന്ന് തിളച്ച് നല്ല പോലെ ഒന്ന് തിളച്ച് വരും. ഞാൻ ആ ഒരു പരുവം നിങ്ങളെ കാണിച്ചു തരാം. ആ തിളച്ച് വരുമ്പം നമുക്ക് തീ ഓഫ് ചെയ്യാവേ. എന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് തിളയ്ക്കുന്ന ടൈമിലും നമ്മൾ തിരിച്ച് നമ്മുടെ ഈ മാലയൊന്ന് ജസ്റ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഒന്നാക്കി നമ്മളൊരു സ്പൂൺ വെച്ചിട്ടോ അതുപോലെ ഇത് എന്തെങ്കിലും വെച്ചിട്ടൊന്ന് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. എന്നിട്ട് നമ്മൾ തീ ഓഫ് ചെയ്യുക. ഈ ഒരു ടെക്നിക്ക് നിങ്ങൾ വീട്ടിൽ ചെയ്ത് നോക്കണം. നല്ല റിസൾട്ടാണ്. നിങ്ങളെ കണ്ടിപ്പോൾ ലൈവായിട്ട് തന്നെ റിസൾട്ട് കാണിച്ചു തരാം കേട്ടോ. അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ വീഡിയോസ് ഒന്ന് ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഇതുപോലൊക്കെ ആഭരണങ്ങൾ ഉപയോഗിക്കുന്നവരെ നിങ്ങൾക്കറിയാമെങ്കിൽ അവർക്ക് വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാനും നിങ്ങൾ മറക്കരുത്. ഇതേണ്ട നമുക്കിപ്പോൾ ഇത് നല്ലതുപോലെ വെട്ടി തിളച്ച് കഴിഞ്ഞു. അപ്പോൾ നമുക്കിതൊന്ന് ഓഫ് ചെയ്യാം കേട്ടോ. ഓഫ് ചെയ്തിട്ട് ഒന്ന് തണുക്കാൻ, ഒരുപാട് തണുക്കാൻ വെക്കണ്ട. കാരണം നമ്മൾ ഈ പച്ചവെള്ളത്തിനകത്തോട്ട് നമ്മൾ ഈ മാല ഒന്ന് ഇട്ട് കൊടുക്കാൻ പോവാണ്. അപ്പോൾ നമ്മൾ അടുത്ത സ്റ്റെപ്പിനുള്ള സാധനങ്ങളൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ മാല മാറ്റി വെച്ചിട്ടുണ്ട്, കുറച്ച് പച്ചവെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്കൊരു പഴയ ബ്രഷ് വേണം. ഒന്നുകൂടെ ഒന്ന് തേക്കാൻ പോവാണ്. അതിന് ഞാൻ എടുത്ത് വെച്ചേക്കുന്ന സോപ്പ് പൊടി കേട്ടോ, ഡിറ്റർജൻറ്റ് പൗഡർ. നിങ്ങളുടെ കയ്യിൽ പിന്നെ ഇതില്ല എന്നുണ്ടെങ്കിൽ ഷാമ്പൂ ഉണ്ടെങ്കിൽ അത് മതി, പേസ്റ്റ് ഉണ്ടെങ്കിൽ അത് മതി, ഏതായാലും കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ നമുക്ക് ഈ മാല എടുത്തിട്ട് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്ത് കൊടുക്കാവേ. ഇപ്പോൾ ചെറിയ ചൂടുണ്ട്, നമ്മളതെടുത്ത് ആ പച്ചവെള്ളത്തിനകത്തോട്ട് ഒന്ന് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇട്ട് കൊടുത്തിട്ട് ഞാൻ കഴുകാവേ. നല്ല റിസൾട്ടാണ്. നിങ്ങൾക്കിപ്പോൾ അത് കാണുമ്പോൾ തന്നെ അറിയാം, അതിൻ്റെ സർവ്വ അഴുക്കും ചെളിയും ക്ലാവും എല്ലാം പോയി നല്ല പോലെ മാല വെട്ടി തിളങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പം നമുക്ക് ഇനി ഇതൊന്ന് തേച്ച് കൊടുക്കാവേ. അപ്പം നമ്മൾ നല്ല വില കൊടുത്തായിട്ടായിരിക്കും നമ്മൾ ഇമിറ്റേഷൻ്റെ ആഭരണങ്ങൾ മേടിക്കുന്നത്. 1000-ന് മുകളിലോട്ടായിരിക്കാം കൂടുതലും.
വാങ്ങിച്ചിട്ട് നമ്മൾ കുറച്ച് യൂസ് ചെയ്യുമ്പോഴത്തേനും ഇതങ്ങ് കറുത്ത് പോകും കേട്ടോ. നിങ്ങൾ വേണ്ട ഞാൻ അടുത്ത് കാണിക്കുന്നുണ്ട്. അപ്പോൾ ഞാനതൊന്ന് വാഷ് കൂടെ ചെയ്യട്ടെ, തേച്ചെടുക്കട്ടെ. അപ്പോൾ നമ്മളത് യൂസ് ചെയ്തിട്ട് നമ്മളിവിടെ ഇങ്ങനെ പോകുമ്പോൾ ഇട്ടുകൊണ്ട് പോകും. യാത്രകളൊക്കെ കഴിഞ്ഞ് വന്നിട്ട് നമ്മൾ ഊരി അങ്ങനെ വെക്കും. അപ്പോൾ നമ്മൾ കൂടുതലും നമ്മുടെ ഈ മാലയ്ക്ക് ക്ലാവ് വരുന്നതെന്ന് വെച്ചാൽ നമ്മുടെ മാലയാണെങ്കിൽ ഇപ്പം വിയർപ്പ് അടിഞ്ഞ് കഴിയുമ്പോൾ നമ്മളെന്തായാലും മാല ഊരി കഴുകത്തില്ലല്ലോ, നമ്മൾ മാല ഊരി അങ്ങ് വെക്കുമല്ലോ. ഗോൾഡ് ആയാലും നമ്മളിതുപോലെ ഗോൾഡ് കവറിങ്ങിൻ്റെ ആയാലും നമ്മൾ ഊരി അങ്ങ് മാറ്റി വെക്കുകയാണ് പതിവ്. നേരെ മറിച്ച് നമ്മൾ അത് അന്നേരം ഒന്ന് ജസ്റ്റ് കഴുകിയിട്ട് നല്ലപോലെ ഒന്ന് തുടച്ചിട്ട് മാറ്റി വെച്ചാൽ പെട്ടെന്ന് നമുക്ക് ക്ലാവ് പിടിക്കുകയും അഴുക്ക് വരുത്തൊന്നുമില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് മെയിനായിട്ട് ക്ലാവ് വരുന്നത്. അപ്പോൾ വേണ്ട ഇത് നല്ലതുപോലെ തേച്ച് കൊടുക്കുക. അപ്പോൾ ഇതുപോലെ നിങ്ങൾ വീട്ടിൽ നിങ്ങൾ കളയാൻ വെച്ചേക്കുന്നതൊക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് എടുത്തൊന്ന് ചെയ്ത് നോക്ക്. നിങ്ങൾക്ക് റിസൾട്ട് കിട്ടുമോ ഇല്ലയോ നിങ്ങളൊന്ന് നോക്ക്. അത്ര ഇതായിട്ട് ഞാൻ പറയുവാണ്, നിങ്ങൾ തീർച്ചയായിട്ടും ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങൾ എനിക്ക് ഈ വീഡിയോയുടെ താഴെ തന്നെ വന്നിട്ട് കമൻറ്റ് ഇടണം. കാരണം നിങ്ങൾക്ക് റിസൾട്ട് കിട്ടിയത് മറ്റുള്ളവരിലൂടെ എത്തണം, എങ്കിലേ എല്ലാവർക്കും അത് ചെയ്ത് നോക്കാനുള്ള ഒരു ഇൻസ്പിറേഷൻ ഉണ്ടാകത്തുള്ളൂ. അപ്പോൾ നേട്ടം ഞാൻ നല്ലതുപോലെ ഒന്ന് കഴുകി എടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ല സോപ്പിൻ്റെ പതയുണ്ട്, സോപ്പ് പൊടിയുടെ. അപ്പം നമുക്ക് ഈ വെള്ളം കളഞ്ഞിട്ട് കുറച്ച് നല്ല വെള്ളം എടുത്തുകൊണ്ട് വന്നിട്ട് ജസ്റ്റ് ഒന്ന് കഴുകാൻ കേട്ടോ. കഴുകിയിട്ട് നല്ല പോലെ നമ്മുടെ മാല തുടച്ചെടുക്കണം. ഇപ്പം തന്നെ നിങ്ങൾ നോക്കുക, നല്ല സൂപ്പർ റിസൾട്ടാണ്. അപ്പോൾ ഞാൻ കുറച്ച് വെള്ളവും കൂടി എടുത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്തോട്ടിട്ട് ഒന്നുകൂടെ ഒന്ന് കഴുകിയതിന് ശേഷം നമ്മുടെ മാല നല്ല പോലെ വെള്ളമയം കളഞ്ഞ് നല്ല പോലെ ഒരു കോട്ടൻ്റെ തുണിക്കകത്ത് തുടച്ചെടുക്കുക. അപ്പം നിങ്ങളെ റിസൾട്ട് ഞാൻ കാണിച്ചു തരാം. നിങ്ങൾ മാലയൊന്ന് നോക്കി, എന്തുമാത്രം ഭംഗിയായിട്ട് ആ മാല വെളുത്തിട്ടുണ്ടെന്ന്. അതിൻ്റെ നിറം വന്നിട്ടുണ്ട്, അതിൻ്റെ കളറും കാര്യങ്ങളും, ആ അഴുക്ക് ചെളി ക്ലാവ് എല്ലാം പോയി റെഡി ആയിട്ടുണ്ട്. അപ്പം ഞാൻ നേരത്തെ എവിടെ ഇരുന്നാണോ നിങ്ങളെ ആദ്യം മാലയുടെ ആ ഒരു അഭംഗി കാണിച്ചത്, അവിടെ തന്നെ പോയി ഇരുന്നിട്ട് ഞാൻ ഈ മാലയുടെ ഭംഗി കാണിച്ചു തരാം. അപ്പം നേരം ഞാൻ അവിടെ ചെന്നിരുന്നുകൊണ്ടാണ് കാണിക്കുന്നത്. ഇതേ നോക്കി, ഞാൻ ഇവിടെ ഇരുന്നായിരുന്നു നിങ്ങളെ ആദ്യം മാല കാണിച്ചത്. അപ്പോൾ അതേണ്ട എത്രത്തോളം നമ്മുടെ മാലയ്ക്ക് തിളക്കം വന്നിട്ടുണ്ടെന്ന് നിങ്ങൾ ജസ്റ്റ് ഒന്ന് നോക്കി. നമ്മുടെ വീട്ടിൽ വെച്ച് ചെയ്ത വെറും നമ്മുടെ അടുക്കളയിൽ സുലഭമായി കിട്ടുന്ന സാധനങ്ങൾ വെച്ചിട്ടാണ് നമ്മളിത് ചെയ്തത്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുമെന്ന് വിശ്വസിക്കുന്നു. അതുപോലെ തന്നെ നമ്മൾ ഷോപ്പിലൊക്കെ നമ്മൾ രണ്ടാമത് കൊടുത്ത് ചെയ്യിക്കുമ്പോൾ നമുക്ക് പൈസ തോനെയാകും, നമ്മൾ തോനെ കൊടുക്കേണ്ടി വരും. അപ്പം നമ്മൾ ജസ്റ്റ് വീട്ടിൽ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കുക. നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ആദ്യം പറഞ്ഞതുപോലെ തന്നെ ഈ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടു, അതായത് യൂസ്ഫുൾ ആയിട്ടുള്ള ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും വീഡിയോ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും നിങ്ങൾ ഒരു മടിയും കാണിക്കരുത്. അതുകൊണ്ട് ഞാനിപ്പം കയ്യിൽ വെച്ചത് മനസ്സിലാവില്ല എന്ന് തോന്നുന്നവർക്കാണ് ഞാനിപ്പോൾ നമ്മുടെ ടൈലേ വെച്ചിട്ടൊന്ന് കാണിക്കാമെന്ന് വിചാരിച്ചത് കേട്ടോ. അപ്പം നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇതുപോലുള്ള കുറേ വീഡിയോസ് എൻ്റെ ചാനലിലുണ്ട്, നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഏറ്റവും എളുപ്പമുള്ള മെത്തേഡ് ഏതാണെന്ന് വെച്ചാൽ അത് ട്രൈ ചെയ്ത് നോക്കുക. എല്ലാ റിസൾട്ട് കിട്ടിയതാണ്. അപ്പം ഇതുപോലുള്ള യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസൊക്കെ വരുന്നതായിരിക്കും. അപ്പം അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും എല്ലാവർക്കും ടാറ്റാ.